മേച്ചേരത്തെ ബെന്നിച്ചേട്ടന്റെ വീട്ടിലേക്ക് വന്നേക്കാം. നമുക്ക് ഊട്ടി ഫ്ലവർ ഷോയ്ക്ക് അങ്ങനത്തെ എല്ലാ ബാംഗ്ലൂർക്കൊക്കെ പോയ പോലെ തോന്നുന്നു. ചേച്ചി വരുന്നത് നോക്കിയേ, എന്ത് സുന്ദരിയായിട്ടാ വരണേ നോക്കിയേ. ഈ ബോഗൺവില്ലയുടെ ഇടയില് ഒരു താമരപ്പൂ നിൽക്കുന്നുണ്ട് കേട്ടാ. ജയന്റ് മോൺസ്റ്റർ കൊനൂർ പൂവല്ലേ, ഓടല്ലേ വാ. നമസ്കാരം. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ് ഒല്ലൂര്. ഈ ഒല്ലൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേര് കേട്ട കുറേ ക്രിസ്ത്യൻ തറവാട്ടുകാരുണ്ട്. മേച്ചേരി, അക്കര, മൊയലൻ, കാട്ടുകാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വളരെ എന്താ പറയുക ക്രിസ്ത്യൻ തറവാട്ടുകാർ അങ്ങനെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പം അതിലത്തെ മേച്ചേരി ജ്വല്ലറി, മേച്ചേരി തുണിക്കട അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ മേച്ചേരിയിലത്തെ ബെന്നിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നേക്കാം. കഴിഞ്ഞ വർഷവും നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ഈ സമയത്ത്. ഇവിടെ ബെന്നിച്ചേട്ടൻ്റെ ഭാര്യ ബീന ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ കലാകാരിയാണ്. കുറേ കഴിവുകളുള്ള ഒരു ചേച്ചിയാണ്. കഴിഞ്ഞ കൊല്ലം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഓർമ്മ വരും. നമുക്ക് ഊട്ടി ഫ്ലവർ ഷോയ്ക്ക് അങ്ങനത്തെ എല്ലാ ബാംഗ്ലൂർക്കൊക്കെ പോയ പോലെ തോന്നുന്നു. അങ്ങനെയാണോ വന്നേക്കണേന്ന് തോന്നും. ഈ ഗേറ്റ് അങ്ങോട്ട് കടന്ന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒല്ലൂർ തന്നെയാണ് സ്ഥലം. അതിമനോഹരമായിട്ടാണ് ചേച്ചി ഇവിടെ സെറ്റ് ചെയ്യുക. മെയിനായിട്ടും ബോഗൺവില്ലയാണ്, വേറെയും കുറേ ടൈപ്പ് ഉണ്ട്. പക്ഷേ ഈ സമയത്ത് ഇവിടെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇവരുടെ ഈ മുറ്റം എന്ന് പറയണത്. അപ്പോൾ കഴിഞ്ഞ വർഷം കണ്ട പോലെ ആയിരിക്കില്ല ഈ വർഷം കാണുക. ഒക്കെ റീഅറേഞ്ച് ചെയ്യും, എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വേറെ തരത്തിലാക്കും ആള്. വർഷക്കാലം വന്ന് ഇതിൻ്റെ പൂക്കളൊക്കെ പോകുമ്പോൾ ഈ ചട്ടികളെല്ലാം എടുത്തിട്ട് ബാക്കിൽ വെച്ചിട്ട് വർഷക്കാലത്തേക്ക് പറ്റിയ ചെടികളും ഇങ്ങോട്ട് മാറ്റും. അപ്പോൾ വേറൊരു ലുക്കായിരിക്കും കാണാനായിട്ട്. അപ്പോൾ കാണാൻ വരും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ മുന്നേ ചോദിച്ചിരുന്നു, എന്താ ഈ നമ്മുടെ വീട്ടിലൊക്കെ ഇത് ഫ്ലവർ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ആ സമയത്ത് തന്നെയാണല്ലോ എല്ലായിടത്തും ഈ ബോഗൺവില്ല പൂക്കളിടുന്ന സമയമല്ലേ. അപ്പോൾ ചേച്ചിയോട് ചോദിച്ചു പറഞ്ഞു, ഇപ്പോൾ കുറേ എണ്ണം പൂത്തിട്ടുണ്ട്, എന്നാൽ കുറേ എണ്ണം പൂക്കളില്ല, അങ്ങനെ നിൽക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ എനിക്ക് മെസ്സേജ് ഇട്ട ആൾ ഇപ്പോൾ വരാണെങ്കിൽ എല്ലാതും പൂത്ത് നിൽക്കണ സമയമാണ്, അപ്പോൾ വന്നോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ വന്നിരിക്കുകയാണ് കേട്ടോ. കണ്ണിന് ഭയങ്കര അഴകാണ്. ഞങ്ങൾ വന്നിട്ട് കുറച്ച് സമയം ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ കണ്ട് ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു. ആ മതിൽ പോലും കണ്ട, മതിലൊക്കെ എന്തൊരു ഭംഗിയിലാണെന്നറിയോ പൂക്കൾ വെച്ചിട്ടുള്ളത്. നീ ബീന ചേച്ചി വന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇവിടെയൊക്കെ കഴിഞ്ഞ വർഷമൊന്നും ഇവിടെ ഈ ചെടി അല്ലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. കഴിഞ്ഞ വർഷത്തെ വീഡിയോ എടുത്ത് നോക്കിയാലേ അറിയുള്ളൂ. ഇതൊക്കെ പീസ് ലില്ലികള്, ഞാൻ പറയാം നമ്മുടെ വീട്ടിലും ഉണ്ട് പീസ് ലില്ലി. പക്ഷെ ഇത് നിൽക്കണത് നോക്കി എന്ത് രസമായിട്ടാ. അതിൻ്റെതായ കെയറിങ്ങും വളങ്ങളും ഒക്കെ കൊടുത്ത് അതിനെ നോക്കുമ്പോൾ അതിൻ്റെതായ ഭംഗി ഉണ്ടാവും. കുറച്ച് നേരമായിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോ ബെന്നിച്ചേട്ടൻ ഒരു ലോക്കൽ ലുക്കിലായിരുന്നു, ഒരു സാധാ ഒരു ഡ്രസ്സും ഒരു ലുങ്കിയൊക്കെ കൊടുത്തിട്ട്. ഇന്നിപ്പോ ആള് അത് കാരണം കൊണ്ട് ജായ് സ്റ്റൈലിലാണ് വന്നേക്കണത്. കണ്ട, അതെ, രാവിലെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞ എവിടേക്കാ പോവപ്പോ? ക്രിസ്തുരാജ് ഭവൻ നല്ല സ്ഥലം കേട്ടോ. നല്ലൊരു 100-150 പേരുണ്ട്, 90 പേരുണ്ട്. അപ്പൊ നിങ്ങൾ എന്തൊരു ചെയ്യാ, എന്തൊക്കെ ചെയ്യും? 4 തരം എക്സസൈസുകൾ ചെയ്യും. എല്ലാവരും ഒരുമിച്ചാകുമ്പോ ഒരു രസമല്ലേ അല്ലേ? ചേച്ചി ഇങ്ങോട്ട് വായോ. നല്ലതാട്ടോ ശരി. ഞാൻ പറഞ്ഞ കുറെ പേരുണ്ട്, പ്രായമായവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, എല്ലാ തരം ആൾക്കാരും. ചേച്ചി വരുന്നത് നോക്കിയേ, എന്ത് സുന്ദരിയായിട്ടാ വരണേ നോക്കിയേ. ഞാൻ പൂക്കള് കണ്ടപ്പോ പൂക്കളാണ് ഭംഗിയും ചേർച്ചു, പക്ഷെ പൂക്കളെക്കാൾ സുന്ദരിയായിട്ടാണ് ബീന ചേച്ചി വന്നിട്ടുള്ളത്. ചേച്ചി ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ ഈ വെൽവെറ്റ് തുണിമേ. ചേച്ചി തന്നെ എത്ര വർഷം മുന്നേ, 8 വർഷം മുന്നേ ചെയ്തിട്ടുള്ള ചുരിദാറാണ് ഇപ്പൊ എടുത്തിട്ടിട്ട് വന്നേക്കണേ. അതെ, നമ്മള് അന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ചേച്ചി ഡ്രസ്സുകളിൽ വർക്ക് ചെയ്യണം ഒക്കെ ചെയ്യണുണ്ട്. അതിങ്ങനെ ഒരു ടൈം പാസിന് അല്ലേ, ഒരു ഹോബിയാണ് ആൾക്ക്. അത് അങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഇഷ്ടത്തോടെ സാറ്റിന്റെ റിബൺ ആണ് കേട്ടോ. ഇത് മുഴുവൻ സാറ്റിന്റെ റിബൺ കൊണ്ട് കോർത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അല്ലേ. എന്തൊരു ഭംഗിയാ കാണാൻ. അത് ഈ വെൽവെറ്റിന്റെ ഈ തുണിയും ഭയങ്കര നല്ല കളറ് ഇതിന്റെ. അപ്പൊ ഇനി നമുക്ക് എന്തുട്ടാ ചേച്ചി ഈ വർഷം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയേ? ഈ മാറ്റങ്ങള് ഹൈബ്രിഡ് കുറച്ചും കൂടി കൂടുതലുണ്ട്, ചട്ടി കൂടുതലുണ്ട്, പിന്നെ ഒരു മൾട്ടി കളറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, ഒരു ഒറ്റ കളറായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ വേറെ വേറെ കളറുകള്
ഇടകലർത്തി എല്ലാത്തിനും സ്ഥലം മാറ്റി. ആ അത് മനസ്സിലായി, സ്ഥലം മാറ്റിന്ന് മനസ്സിലായി എനിക്ക്. പുതിയ ഏതെങ്കിലും കളർ കൊണ്ടുവന്ന? പുതിയ കളറൊന്നുമില്ല. ഈ ഒരു കളറ് കഴിഞ്ഞ വർഷമൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ തയ്യായിരുന്നു, അത് ഇത്തിരി വലുതായിണ്ടെന്ന് മാത്രം. ഒരു പ്രാവശ്യത്തെ പൂവ് അല്ലാതെ വന്ന് കഴിഞ്ഞതാണ്. രണ്ടാമത് രണ്ടാമത്തെയാണ്, രണ്ടാമത്തെ പൂവിട്ട് വരുന്നുള്ളൂ. ആണ്. അപ്പൊ ചിലപ്പോ കുറച്ചുകൂടി നാള് കഴിഞ്ഞാലോ ഇത് കംപ്ലീറ്റ് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമ്പോ ബ്ലൂം ചെയ്ത് തുടങ്ങണാണ്. ഇനിയിപ്പൊ നിറച്ചായിരിക്കും. പക്ഷെ ചിലപ്പോ മറ്റവരൊക്കെ കുറച്ച് ദിവസമായി അവര് ചിലപ്പോ ഇത് ഉണ്ടായി വരുമ്പോ ഇതൊക്കെ കൊഴിയും. അതുകൊണ്ടാണ് ചേച്ചി നമ്മളെ വിളിച്ചത്, ഇപ്പൊ വന്നോളാൻ പറഞ്ഞിട്ട്. ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും വലുതായിട്ട് പ്ലാന്റും ആയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും ഫ്ലവറിങ്ങും ഇത്ര അധികം ഉണ്ടായിട്ടില്ല. ഈ കളർ കോമൺ ആയിട്ട് എല്ലായിടത്തും ഉണ്ടതാണ്. പക്ഷെ അതൊരു നമുക്ക് എന്താ കളറിനൊരു പ്രത്യേകതയുണ്ട്. ശരി, അതിന് ഒരു ഭംഗി, ഒരു വേറെ ഭംഗി തന്നെയാണ്. ഈ ഭാഗത്ത് പീസ് ലില്ലി ആയിരുന്നു കഴിഞ്ഞ വർഷം, അല്ലല്ലോ? ഇവിടെ പീസ് ലില്ലി തന്നെയായിരുന്നു. അതെ, പക്ഷെ ഇത്ര തിക്കിലായില്ല. കുറച്ചുകൂടി എനിക്ക് 2-3 ചട്ടികൾ എണ്ണം കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതെന്താ ഒരു വെറൈറ്റി സാധനം അല്ലേ? ഫ്ലവർ. അതിന്റെ പേരോർമ്മ പറയട്ടെ, പേര് ഓർമ്മ വരുമ്പോ പറയാം. അതൊക്കെ കായുണ്ട്. മാംഗോസ്റ്റും കായ്ച്ചുണ്ടോ? അതെ, അതിന്റെ ഉള്ളിൽ കാണുന്നുണ്ട്. ഈ ബോഗൺവില്ലയുടെ ഇടയില് ഒരു താമരപ്പൂ നിൽക്കുന്നുണ്ട് കേട്ടാ. ഇല്ല, ഇത് ചെറുതാ. വലുതുണ്ടായി കഴിഞ്ഞു. ഉണ്ടായത് കൊഴിഞ്ഞു അല്ലേ? നല്ല വലിപ്പം ഉണ്ടാവും. ഇത് ഇത്തിരി ചെറുതാ. നമ്മുടെ പൂത്തിട്ടില്ല അല്ലേ? നമ്മുടെ താമര ഇതുവരെ മുട്ടിട്ടിട്ടില്ല. സ്നേക്ക് പ്ലാന്റുകൾ ഇപ്പോൾ ഒരു 6 വെറൈറ്റി ഉണ്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ. ഇതും സ്നേക്ക് പ്ലാന്റിൽ പെട്ട തന്നെയാണ്. അത് ഹൈറ്റ് വരാത്തത്. ഇതൊരു നാടൻ വെറൈറ്റി. ഇത് ഒരു വെരിഗേറ്റഡ്, ഇത് വേറൊരു വെരിഗേറ്റഡ്, ഇത് ഒരു തരം, ഇതൊരു തരം. ഇത് അതിൽ പെട്ടതല്ല, അധികം ഹൈറ്റ് പോവാത്ത നാടനല്ല ഈ സാധനം. അത് നാടനാണ്, കുറേ ഹൈറ്റ് പോവും. ഇത് നാടനല്ല, അധികം ഹൈറ്റ് പോവാത്ത. ഇതിന് ചേച്ചി വളം ചെയ്യൂ? ഇല്ല, ഒരു വളം ചെയ്യില്ല. നനയ്ക്കണോ? എന്നും അത് സിറ്റ് ഔട്ടിലൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പൊക്കെ ചിലപ്പോൾ വരെ നനയ്ക്കുള്ളൂ. ഇപ്പൊ ഇവിടെ ആയതുകൊണ്ട് എന്നും നന കിട്ടണുണ്ട്. നനച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല, കേടാവില്ല. പക്ഷെ നനയിപ്പോ 4 ദിവസം കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. മോൺസ്ട്ര, ജയന്റ് മോൺസ്ട്ര. ഈ ഫേണ് ബേർഡ് നെസ്റ്റ് ഫേണാണ്. ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് ഭയങ്കര വലുപ്പമുള്ളൊരു ഫേണാണ്. അതിപ്പോ ഇത്തിരി അതിൻ്റെ ഉള്ളിൽ ഒരു കേട് വന്നതിനെ അങ്ങോട്ട് നീക്കി വെച്ചേക്കാം. അതിൻ്റെ ഒരു കുട്ടിയാണ് ഇത്. ഇതിപ്പോ ഒരു 6 വർഷത്തിലും മേലെയായിട്ടുണ്ടാവും. ഈ ചെറിയ ചട്ടിയിൽ ഇരിക്കണ കാരണം കൊണ്ടുണ്ടെങ്കിൽ ഇരിക്കണം. ഇതിനെ ചട്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനി ഭയങ്കര വലിപ്പമാവും. ഇതൊക്കെ അതില് അങ്ങനത്തെ ടൈപ്പിൽ പെട്ട ചെടികൾ. ഇതൊക്കെ ഫേണാ. ഇത് രണ്ടും സൺറൈസ് വൈറ്റ്. ഇത് ഓഫ് വൈറ്റും ഇത് വൈറ്റും. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടില്ല കേട്ടാ, സൺറൈസിന്റെ. ഈ പൂക്കളൊക്കെ കാണുമ്പോ വിചാരിക്കും പലതരം വേറെ കുറെ ചെടികൾ എന്തിനാ വെക്കണേന്ന് തോന്നി, ഇത് മാത്രം പോരേന്ന് തോന്നുന്നു. ഈ ഒരു സമയത്ത് ബാക്കിയുള്ള ചെടികൾ വെക്കാനായിട്ട് നമുക്ക് ശരിക്കും സ്ഥലം കിട്ടില്ല. ഇത് വേനൽക്കാലത്ത് മാത്രമല്ലേ പൂടുള്ളൂ അല്ലേ? വേനൽക്കാലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹൈബ്രിഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മഴ പെയ്യുമ്പോ ഒരു ഷെയ്ഡിൽ വെച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഒരുവിധം സമയങ്ങളിൽ പൂടും. മഴ അങ്ങനെ അധികം മഴ പാടില്ല. മഴ വർഷക്കാലത്തും ഉണ്ടാവും. പക്ഷെ ഷെയ്ഡിൽ വെക്കണം അതിനെ ശരിക്കും. നമ്മൾ കടലാസ് പൂവിന്റെ മറ്റേ അവിടെ ചെന്നപ്പോ പ്രിയ ചേച്ചി പറഞ്ഞില്ലേ, ഇതൊക്കെ ഹൈബ്രിഡ് തന്നെയാണ്. ഇതിന് വെയില് വേണം. പക്ഷെ മഴ പെയ്യുമ്പോ ഭയങ്കരമായിട്ടുള്ള മഴയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ റൂബി റെഡ് ആണ്, പൂവായി വരുന്നുള്ളൂ. ചെറിയ തൈക്കളാ. ഇതൊക്കെ ചേച്ചി ഇവിടെ തന്നെ മുളപ്പിച്ച് എടുക്കണല്ലേ? കൊമ്പ് കുത്തി പിടിപ്പിച്ച് എടുക്കണത്. വർഷക്കാലം വരുമ്പോ എല്ലാതും ചേച്ചി പ്രൂൺ ചെയ്യില്ലേ? അപ്പൊ വർഷം കഴിഞ്ഞിട്ട് മഴ പെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രൂൺ ചെയ്യുള്ളൂ. മഴയ്ക്ക് മുമ്പ് നമ്മൾ പ്രൂൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഭയങ്കര മഴ പെയ്യുമ്പോ ചിലപ്പോ ഉണങ്ങി പോകും. ആകെ ബൊഗൈൻവില്ലയ്ക്ക് ഞാൻ നോക്കിയിട്ട് ആ ഒരു സമയത്ത് നമ്മൾ പ്രൂൺ ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് മഴ പെയ്യുമല്ലോ, അടുപ്പിച്ച് മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ ആ കൊമ്പുകളൊക്കെ ഒന്ന് ഉണങ്ങി, ചിലപ്പോൾ വെള്ളം കെട്ടി നിൽക്കും. നമ്മളൊന്നും ശ്രദ്ധിക്കില്ലല്ലോ, ചട്ടിയുടെ ഉള്ളിൽ വെള്ളം കെട്ടി നിൽക്കും, ഒന്നും താഴ്ത്തല്ലല്ലോ. അപ്പം അതൊക്കെ ചെയ്യാനോ അങ്ങനെ ഉണങ്ങി പോവാനോ ഞാൻ ആകെ ബൊഗൈൻവില്ലയ്ക്ക് ആ ഒരു
പ്രൂണിങ് ആ സമയത്ത് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു കുഴപ്പം കണ്ടാണ്. ഇങ്ങനെ ആകെ അടച്ച് മഴ പെയ്യല്ലേ, അപ്പോൾ ചിലപ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഞാൻ മഴക്കാലം എല്ലാം നല്ല മഴ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഹാർഡ് പ്രൂണിങ് ചെയ്യുക. ഹാർഡ് പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് നന്നായി വലുതായി വരുമ്പോൾ ഒരു സോഫ്റ്റ് പ്രൂണിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 4 മാസത്തെ ഗ്യാപ്പുള്ളൂ. ശരിക്കും പറയണമെങ്കിൽ അടുത്ത ബ്ലൂമിങ്ങിന് ഒരു 4 മാസത്തെ ഗ്യാപ്പുള്ളൂ. ആ സമയത്ത് ഇവരെല്ലാവരും ഇങ്ങനെ മഴക്കാലത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങില്ലല്ലോ, ചെടികളുടെ അടുത്തേക്കൊന്നും പോകുന്നില്ലല്ലോ. അപ്പം ഇങ്ങനെ കാട് പിടിച്ച് നിൽക്കായിരിക്കും. ഒരു ഹാർഡ് പ്രൂണിങ് കൊടുത്തു കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞ് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിറച്ച് ബുഷായിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റായിട്ട് പ്രൂണിങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്ലവറിങ് ആയി. അപ്പോൾ 3-4 കൊല്ലമായിട്ട് നമുക്ക് മഴ കൂടുതലാണല്ലോ, ഡിസംബറിൽ മഴ പെയ്യല്ലേ, അതുകൊണ്ട് പൂടാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ, വെയിൽ കിട്ടാത്ത കാരണം. ഈ ഭാഗം മൊത്തം ഭയങ്കര തണലാ, മരങ്ങളുടെയൊക്കെ തണലാണ്. അപ്പോൾ ഇവിടെ മുഴുവൻ ഇൻഡോർ പ്ലാന്റ്സ് പോലത്തെ ചെടികളാണ് നിറയെ, കാർ പോർച്ചിൻ്റെ സൈഡിലൊക്കെ. പക്ഷെ ആ മതിലുമ്മ അവിടെ നിന്ന് നല്ല വെയിൽ കിട്ടുന്ന കാരണം കൊണ്ട് അവിടെ ദേ വൈറ്റ് കളറ് ബോഗൺവില്ല അതുമ്മ നിറച്ച് വെച്ചിട്ടുണ്ട് മതിലുമ്മ. പിന്നെ സൈഡിലൊക്കെ ചെടികൾ നിറയെ സ്റ്റാൻഡ് അടിച്ചിട്ട് ചെടികൾ വെച്ചിരിക്കുകയാണ് മുഴുവനും. ഇതൊക്കെ ഫേൺ വെറൈറ്റികളാണ്. ഒരു 16 തരം ഫേണുകളുണ്ട്. ഇതെല്ലാം ഫേണിൻ്റെ വെറൈറ്റികളാണ്. ഇതും ഫേണിൻ്റെ വേറെ വെറൈറ്റികളാട്ടോ. ഇതിനൊക്കെ വളം ചെയ്യും, അത് വെറുതെ നനച്ചു കൊടുത്താൽ മാത്രം മതി? വളമൊന്നുമില്ല, അവർക്ക് ഹ്യൂമിഡിറ്റി, അതായത് അധികം വെയിലും ഇതൊന്നും പാടില്ല, നല്ല നനവ് കിട്ടണം, നല്ല നനവ് വേണം. ഒരു കൂളിംഗ് പ്ലേസ് കിട്ടിക്കഴിഞ്ഞാൽ അവര് നന്നായി വളർന്നോളും. പച്ചക്കറികൾ മുഴുവൻ മിളകൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ മോളിയത്തെ എല്ലാ ടെറസുമ്പത്തെ എല്ലാ പച്ചക്കറികളും താഴെ ഇറക്കിയേക്കാം. ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമേ ഇപ്പൊ ഫ്ലവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ആ വരണ വെച്ചെങ്കിൽ മൊത്തം ഫ്ലവർ ചെയ്യും. അപ്പൊ ഇപ്പൊ കുറച്ച് ഫ്ലവർ ചെയ്തൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് പോവാം. ഇതൊക്കെ മുകളിലത്തെ ഡ്രമ്മുകളാട്ടോ. നമ്മള് കൊത്തു കിട്ടോ? കൊത്താൻ നോക്കണു ഒരാള് ഇത്തിരി കൊത്തൊന്നുമില്ല. എന്നിട്ട് ഇവരുടെ പേരൊന്നും ഇട്ടിട്ടില്ല. അല്ല ഇതിൽ ഈ കൊനൂർ ഭയങ്കര ബഹളം വെക്കല. കൈവേരല് കിട്ടിയ കൊത്തി എടുക്കും, അതുപോലെ നിക്കണത്. ദേഷ്യം വന്നിട്ട് പച്ചക്കറികള് താഴേക്കെല്ലാം മാറ്റി ഡ്രമ്മുകളിലാണ് പച്ചക്കറികൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് നമ്മൾ വന്നപ്പോ ടെറസിന്റെ മുകളിൽ മുഴുവൻ പച്ചക്കറികളായിരുന്നു. അതൊക്കെ ടെറസിന്റെ മോൾ ഭാഗം വൃത്തിയാക്കി. അപ്പൊ എല്ലാതും അടിയിലേക്ക് മാറ്റി. എല്ലാ ഡ്രമ്മുകളും ഇത് ഇപ്പൊ പച്ചമുളകും കുറെ പച്ചക്കറികൾ ഉണ്ടായതെല്ലാം പൊട്ടിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് വേണം ഈ മുളക്. ഭയങ്കര എരിവാട്ടാ, നല്ല സൂപ്പർ മുളകാ. ഇത് ഒരു മുളക് മതി ഒരു കറിക്ക്, അത്ര എരിവാ. നല്ല ഇത് ഞങ്ങൾ ഉണക്കി നമ്മളുടെ മറ്റേ മുളകി കൂടെ പൊടിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? അതിനും കുഴപ്പമില്ല, ഭയങ്കര എരിവാ. കടുക് പൊട്ടിക്കാനും ഒക്കെ നല്ലതാ. ഒരു മുളക് മതി ഒരു കൂട്ടാനിലേക്ക്, അത്ര എരിവാണ്. അപ്പൊ ഇതിന്റെ വിത്ത് നമുക്ക് പാവാം. കുളമ്പ് ബഡ് ചെയ്തതാ? ഒട്ട് വാങ്ങിച്ചു വെച്ചിട്ടുള്ളത്. പ്രാവശ്യം കുറവാ, തീരെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം ഉണ്ടായി. ഒരു കൊമ്പ് ഇങ്ങനെ തൂങ്ങി വന്നു. 1.5 കൊല്ലാണെന്ന് തോന്നുന്നു ഉണ്ടാവാൻ തോന്നുന്നു. അറിയില്ല. അല്ല സുന്ദരി ആത്തച്ചക്ക 2-3 നിൽക്കുന്നുണ്ട് കേട്ടോ, പൊട്ടിക്കാറ്. ഇനി നമുക്ക് വീടിന്റെ മോളിക്ക് പോവാൻ. ഡ്രാഗൺ ഇതെല്ലാം മോളിത്തെ ഡ്രമ്മുകളാട്ടോ, അതെല്ലാം മോളിത്തെ ഡ്രമ്മുകളാ. എല്ലാത്തിനും താഴ്ത്തിക്ക് കൊണ്ടുവന്നു. മാവും എല്ലാതും താഴ്ത്തിക്ക് കൊണ്ടുവന്നു. പേര ഒക്കെ താഴ്ത്തിക്ക് കൊണ്ടുവന്നു. ഈ ഡ്രം പ്ലാസ്റ്റിക്കാ? അതെ, മറ്റേ വലിയ ഡ്രമ്മിനെ കട്ട് ചെയ്തിട്ട് എല്ലാം മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഡ്രമ്മിനെ കട്ട് ചെയ്തിട്ട് 2 ഇറക്കിയതല്ലേ? ടെറസിന്റെ മുകളിൽ പെയിന്റ് അടിക്കാൻ വേണ്ടിട്ട് എല്ലാം ഇറക്കിയതാണ്. ഇനി മുകളിൽ പോവാ. വീട്ടിൽ നിന്ന് വിളിക്കാവൂല? അല്ല, അല്ല ചേട്ടന്റെ അവിടെ നിന്ന് 3ാമത്തെ ചേട്ടൻ രാവിലെ അവനൊരു നട്ട്സിന്റെ ജ്യൂസ് കൊടുക്കുകയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് കാണാണ്ടായപ്പോ അല്ല ചേട്ടൻ വിളിച്ചേക്ക എന്താ വരാത്ത ചോദിച്ചിട്ട്. അത് കഴിച്ചിട്ടാണ് ഇനി പോവാൻ. എല്ലാ ദിവസവും രാവിലെ പതിവുണ്ട്. ജഗുന ആരൊക്കെയാ? വല്യമ്മമാര്, വല്യപ്പന്മാര്.
പോവല്ലേ ഓടല്ലേ വാ. അപ്പൊ നമ്മള് വിചാരിക്കും ആൾക്ക് ക്യാമറയിൽ നിക്കാൻ ബുദ്ധിമുട്ടാ, സംസാരിക്കാൻ ബുദ്ധിമുട്ടാന്ന്. അതൊന്നല്ല ട്ടാ. എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ നിർത്തില്ല, അതാണ് കുഴപ്പം. കണ്ട ഇവിടെ ക്ലീൻ ആക്കി, ഇവിടെ മറ്റേ തരാം, ഇഷ്ടം പോലെ തരാം. റെഡ് വേണോ? ഞങ്ങള് കൊറേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. മഞ്ഞ നമുക്ക് ഹാൻഡ് പോളിങ് നടത്തണം കേട്ടോ നമ്മള്. ഇതുപോലെ പന്തല് കൊടുക്കേണ്ടി വരൂ മഞ്ഞക്ക്. പക്ഷേ മഞ്ഞ നമ്മള് ഹാൻഡ് പോളിങ് നടത്തി കൊടുക്കണം കേട്ടാ. ഹാൻഡ് പോളിങ് നടത്തി കൊടുക്കണം. നമ്മള് പൂമ്പൊടി തമ്മില് ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ഒരു 10-24 രാത്രി വന്ന് 11-11:30 നേരത്ത് വന്ന് ഹാൻഡ് പോളിങ് നടത്തി എല്ലാം കായ പിടിച്ചു. അതല്ലേ 10-25 കായ അത് കാരണം കിട്ടി. അതിന് മുമ്പത്തെ വർഷം ഒരു കായ കിട്ടിയത്. പക്ഷെ റെഡിനേക്കാളും ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരം. അതെ, നല്ല ടേസ്റ്റ് ഉള്ളത്. വൈറ്റ് ആണ് ടേസ്റ്റ് ഒട്ടുമില്ലാത്ത നമ്മള് വാങ്ങിക്കാൻ. പക്ഷെ ഞങ്ങള് വെച്ചേക്കണ വൈറ്റ് നല്ലത് തന്നെയാണ്, ടേസ്റ്റ് ഉള്ളത്. ഞങ്ങൾക്ക് വാങ്ങണ ഫ്രൂട്ട് ടേസ്റ്റ് ഇല്ല. ഇവിടെ വെച്ചേക്കണത്, ഇവിടെ 3 കളർ നമ്മൾ വെച്ചിട്ടുള്ളൂ, യെല്ലോ, വൈറ്റും റെഡും. നമ്മൾ വിചാരിച്ചത് യെല്ലോ മധുരമുള്ളതാന്ന് പറഞ്ഞ് ഒരു കട മേടിച്ചു വെച്ചെങ്കിലും ഇത്ര മധുരം പ്രതീക്ഷിച്ചിട്ടില്ല. റെഡ് നമ്മൾ കൂടുതൽ വെച്ചത്. പക്ഷെ അതിന് കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം ഒരു കായ കിട്ടിയപ്പോ യെല്ലോന്റെ മധുരം നോക്കുമ്പോ റെഡ് ഒന്നല്ല. അപ്പൊ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കുറെ പൂവുണ്ടായി. പക്ഷെ ഒന്നും നമ്മൾ ഹാൻഡ് പോളിംഗ് ചെയ്ത് കൊടുക്കാതെ ഉണ്ടായില്ല, ഒരു കായ ഉണ്ടായുള്ളൂ. കഴിഞ്ഞ വർഷം ഞങ്ങള് ഒരു 24-25 എണ്ണം ഹാൻഡ് പോളിംഗ് നടത്തി. അത് ഫുള്ള് ഞങ്ങക്ക് കായായിട്ട് പിടിച്ചിട്ടുണ്ട്. അതില് എല്ലുപൊടി, ആദ്യം കോഴിക്കാട്ടം ഇട്ട് കൊടുത്തു. ഒരു മാസം മുന്നേ, ഒരു 2 മാസം മുന്നേ കോഴിക്കാഷ്ടം ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഇപ്പൊ ചെയ്തേക്കണത് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, ഇതും കൂടി 3ഉം കൂടി മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തേക്കണം. ഇതിപ്പോ 3 വർഷമായിട്ടുള്ളത്. ഇത് 3 വർഷമായിട്ടുള്ളൂ. 3 വർഷമായിട്ടുള്ളൂ. നമുക്ക് ആദ്യത്തെ കൊല്ലം തന്നെ കായായി. കറക്റ്റ് ഒരു 12 മാസം കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കായായി. ഒരു യെല്ലോ കളർ വരും അതിന്റെ ആ പൂവ് വിരിയണേക്കാളും മുമ്പേ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഡ്രാഗണിന്റെ ഞാൻ കൊറേ വീഡിയോ ഇത് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നിറച്ചു പോവായിരുന്നു. വീഡിയോ അയച്ചു തരാണെങ്കിൽ ഒരു സൈഡിൽ തന്നെ ഉണ്ടാവും ഒരു 10-60 മുട്ട് വിരിയണത്. ആ സൈഡിലും ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു 25-28 എണ്ണൊക്കെ നമ്മൾ എണ്ണും ചില ദിവസങ്ങൾ വന്ന് നമ്മൾ നോക്കുമ്പോ. പക്ഷെ അതിനേക്കാൾ കൂടുതലൊക്കെ വിരിച്ചിരുന്നു. കൊടുക്കാറില്ല. നമ്മള് കസിൻസിന്റെ ആയാലും എല്ലാവരുടെ വീട്ടിലായാലും ഇവിടെ ആര് വന്നാലും നമ്മള് ആ സമയത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. അതെ. അപ്പൊ അങ്ങനെ പൂക്കളും ചെടികളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അന്ന് നമ്മൾ വന്നപ്പോ ബീന ചേച്ചി കുറെ അന്ന് അറിഞ്ഞുകൊണ്ട് വന്നല്ല, പൂക്കൾ മാത്രം ഷൂട്ട് ചെയ്യാൻ വന്ന. പിന്നെയാണ് അറിഞ്ഞ ചേച്ചിക്ക് ഇങ്ങനത്തെ കരവിരുതുകളൊക്കെ ആളുടെ കയ്യിലുണ്ടെന്ന്. അപ്പൊ അന്ന് അതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ചെയ്തു വെച്ചു. പിന്നെ പുതിയത് വല്ലതും ചെയ്തോ ചേച്ചി ഈ ഒരു വർഷം കൊണ്ട്? ചെയ്തിട്ടൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ നമുക്ക് അതൊന്ന് കാണാം. അതിപ്പോ കാണണ്ടേ? അതൊന്നിപ്പോ കാണണ്ടെന്ന്. എന്തായാലും അകത്തി ഒന്ന് കേറിയിട്ട് നമുക്ക് ഇറങ്ങാം. ഒരു കോഫി എടുക്കട്ടെ ഞാൻ? വേണ്ട, ഞങ്ങൾ കോഫി കുടിച്ചിട്ട് ഇറങ്ങിയത്. നമ്മൾ പണ്ടത്തെ വീടുകളില് വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ അവര് കാലത്ത് എഴുന്നേറ്റ് ചായ കുടിക്കണതിന്റെ ഒപ്പം പത്രമൊക്കെ വായിച്ചിരിക്കുന്നു. അതേ ബെന്നിച്ചേട്ടന്റെ അമ്മ അതേ പത്രം വായിച്ചിരിക്കുക. ഇവിടെ ഞങ്ങളുടെ അമ്മ എല്ലാവരായിട്ടും കമ്പനിയാ. അല്ല, ഞങ്ങളായിട്ട് എപ്പോഴും കടയിൽ വരണ്ടിരിക്കും. ഞങ്ങളെപ്പോഴും പീടിയില് ഉള്ള അമ്മ എപ്പോഴും പീടിയില് എല്ലാവരും. ചേച്ചി വറുത്തതാണോ? കഴിച്ചു നോക്കൂ. ചക്ക വറുത്തത്. ചേച്ചി ഒരു ഗ്ലാസ് വെള്ളം മതി. മാംഗോ ജ്യൂസ് വെള്ളം മതി. ആരാ അത് ബഡ് ചെയ്യാൻ വന്നത്? മാവുമ്മ പക്ഷെ ആള് 100 വെച്ച് മേടിച്ച. പക്ഷെ അതൊന്നും പിടിച്ചിട്ടില്ല. അതിന് കൊറേ ചേച്ചി ഞാൻ അതിനെ പറ്റി അല്ലെങ്കിൽ കിട്ടിയേനെ. അതൊരു മാവുമ്മ തന്നെ കൊറേ തരം. അപ്പൊ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടാ. മാംഗോ ജ്യൂസ് കുടിച്ചു. ഇവിടെ ബീന ചേച്ചി തന്നെ
കൊറേ ഇവിടെ എന്താ പറയാ തൊലികൈപ്പൻ, മൂവാണ്ടൻ അങ്ങനെ കിട്ടിയ മാമ്പഴങ്ങളൊക്കെ വെച്ചുണ്ടാക്കിയിട്ടുള്ള മാംഗോ ജ്യൂസ്. അടിച്ചതുണ്ടായിരുന്നു, പക്ഷെ അത് ഫ്രീസറിലാണ്, പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാനിപ്പോ അടിച്ചത് എടുത്തു. പിന്നെ അതുപോലെ ചക്ക വറുത്തതും. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടാ. അപ്പൊ ബെന്നി ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആള് വല്ല എവിടെയെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞോളൂ. ആളധികം കാണിക്കരുതെന്ന്. ആൾക്ക് പേടി, കുറെ ഫാൻസ് ഒക്കെ വന്നിട്ട് ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോ വല്ല ശല്യമൊക്കെ ആയാലോ ആൾക്ക് എന്നൊക്കെ വിചാരിച്ചിട്ടേ, ആരാധികമാര് കുറെ പേര് ഒന്ന് ശല്യം ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആളധികം കാണിക്കരുതെന്ന് പറഞ്ഞേക്കണേ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇറങ്ങണം. അപ്പൊ ശരി, ഹാപ്പി വിഷു ബെന്നിയേട്ടാ. ആ ശരി, നീ വീട്ടിലേക്ക് പോവാ, എന്റെ വീട്ടിലേക്ക്. ഇവിടെ കണി രാവിലെ എഴുന്നേറ്റ് നമ്മൾ കണി കാണല് മാത്രം, വേറെ ഫുഡൊന്നും ഉണ്ടാക്കാറില്ല ഞാൻ. നേരെ അങ്ങോട്ട് പോവുള്ളൂ. ഇവിടെ ചെല്ലാം ബാക്കിയാവും. ഞാൻ പിന്നെ ചിലപ്പോൾ നാളെ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ അവിടെ നിന്ന് വരുള്ളൂ. വിഷ്കട്ടൊക്കെ 2 ദിവസം മുന്നേ ഉണ്ടാക്കി കഴിക്കും. ഉണ്ടാക്കാറില്ലേ? വിഷ്കട്ട ഉണ്ടാക്കാറില്ലേ?